താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെപ്പോലെ മറ്റൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ടിൽ സ്വർഗീയ പൂന്തട്ടിൽ, ഉമ്മാന്റെ മടിത്തട്ടിൽ സ്വർഗീയ പൂന്തട്ടിൽ സ്വർഗക്കാവാണ് ഉമ്മ, സകലം തണിയാണ്. 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച് എന്നും മോശമായി പല കാര്യങ്ങളും ഭർത്താവിനോട് പറഞ്ഞിട്ടു ഒരു പ്രതിഫലനവും തൻ്റെ ഭർത്താവിന് ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ട ഭാര്യ അവസാനമായി അറുകൈ പ്രയോഗം പ്രയോഗിച്ചു. ഒരു വിഷക്കുപ്പി കൊണ്ടുവന്ന് ഭർത്താവും ഭാര്യയും കിടക്കുന്ന കട്ടിലിന് താഴെ വെച്ചിട്ട്, ഇത് നിങ്ങളുടെ ഉമ്മ നമ്മളെ രണ്ടുപേരെയും കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചതാണ്, ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവസാനം ആ ഭാര്യയുടെ വാക്കുകൾ കേട്ട് സ്വന്തം ഉമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ ഡെഡ് ബോഡിയുമായി വിജനമായ സ്ഥലത്തിലേക്ക് നടന്നു പോകുമ്പോൾ കാലൊന്ന് സ്ലിപ്പായി പോയപ്പോൾ ആ ഉമ്മ പറയുന്നതായിട്ട് ആ മകന് ഫീൽ ചെയ്യാം, മോനെ ശ്രദ്ധിച്ചു പോകണം, വീണു പോകുന്നു. ആ മകൻ്റെ ഹൃദയമൊന്ന് പിടച്ചുപോയി. ഞാനിപ്പോൾ ഇതിങ്ങനെ ഓർത്തെടുക്കാനുള്ള കാരണം തൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാം തൻ്റെ മകൻ്റെ കറുത്ത കരങ്ങളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും ഒന്നും അറിയാതിരുന്ന ഉമ്മ അവസാനമായി ഓർമ്മ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞ വാക്ക്, ഞാൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണ്. അവിടെയും തൻ്റെ മോനെ രക്ഷപ്പെടുത്താനാണ് ആ ഉമ്മ ശ്രദ്ധിച്ചത്. നമ്മുടെ ഉമ്മമാരൊക്കെ അത്രമേൽ നമ്മളെ ഇഷ്ടം വെച്ചിട്ട്, നമ്മളെ സ്നേഹിച്ചിട്ട്, നമ്മളെ പോറ്റി വളർത്തിയിട്ട് ആ പൊന്നുമ്മയുടെ ചുടുരക്തത്തിന് വേണ്ടി കൊതിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബുദ്ധിയും വിവേകവും ഒക്കെ നശിക്കുന്നുവെങ്കിൽ എങ്ങനെയാണോ ഇതിനൊക്കെ കഴിയുന്നത്? 10 മാസത്തോളം ഗർഭം ചുമന്ന് മരണവേദനയുടെ പകുതി വേദനയും സഹിച്ച് നമ്മളെ പ്രസവിച്ച്, മാത്രമല്ല കുഞ്ഞുപ്രായത്തിൽ നമ്മുടെ മലവും മൂത്രവും കഴുകി വൃത്തിയാക്കി എല്ലാ പ്രയാസങ്ങളും സഹിച്ച് നമ്മെ മാറോടടച്ചു വെച്ച് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ആ മുഖത്ത് നോക്കിയിട്ട് ഖുർആൻ പറയുന്നത്, ലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ ഛേ എന്നുപോലും പറയരുതെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനത്തെ സ്നേഹത്തിൻ്റെ ആ നിറകുടങ്ങളായ മാതാപിതാക്കളോടും ഉപ്പയോടും ഉമ്മയോടും ഉറ്റവരോടൊക്കെ നിങ്ങൾക്കിങ്ങനെ ക്രൂരമായി പെരുമാറാനുള്ള രൂപത്തിലേക്ക് നിങ്ങളുടെ മാനസിക നില തെറ്റുന്നു.